ഗവർണറുടെ അതിശക്തമായ നീക്കത്തിന് കാതോർക്കുകയാണ് വീണ്ടും കേരളം. UGC വിലക്കിയിട്ടും കുസാറ്റ് ഡിജിറ്റൽ സർവകലാശാലകൾ സ്വന്തമായി PhD പ്രവേശന പരീക്ഷ നടത്തുന്നു. പിൻവാതിലൂടെ പ്രവേശനത്തിനുള്ള വഴി വീണ്ടും തുറക്കാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. UGCയുടെ ഏറ്റവും പുതിയ വിജ്ഞാപന പ്രകാരം PhD പ്രവേശന പരീക്ഷ ദേശീയ തലത്തിൽ ഏകീകരിച്ചുകൊണ്ട് വിവിധ സർവകലാശാലകൾ സ്വന്തമായി നടത്തിവരുന്ന പ്രവേശന പരീക്ഷകൾ വിലക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി കുസാറ്റ് ഡിജിറ്റൽ സർവകലാശാലകൾ PhD പ്രവേശന പരീക്ഷ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് പിൻവാതിൽ പ്രവേശനത്തിനുള്ള നിലവിലെ പഴുതുകൾ തുടരാനാണെന്ന് ആക്ഷേപം. വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒന്നിലധികം പ്രവേശന പരീക്ഷകൾ PhD പ്രവേശന പ്രക്രിയയിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്ന അനുമാനത്തിലാണ് PhD പ്രവേശനത്തിന് UGC പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയത്. ഗവേഷണ സ്ഥാപനങ്ങൾ ഇനി മുതൽ പ്രത്യേക പ്രവേശന പരീക്ഷ നടത്തരുതെന്നും UGC നടത്തുന്ന ദേശീയതല പരീക്ഷയുടെ സ്കോർ അനുസരിച്ചായിരിക്കണം ഗവേഷകർക്ക് PhD പ്രവേശനം നൽകേണ്ടതെന്നും UGC VC-മാർക്ക് നൽകിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. നെറ്റ് സ്കോറിനോടൊപ്പം 30% മാർക്ക് ഇന്റർവ്യൂവിന് നൽകിയാണ് അന്തിമ റാങ്ക് പട്ടിക തയ്യാറാക്കേണ്ടതെന്ന് UGCയുടെ ഉത്തരവിൽ പറയുന്നു. എന്നാൽ ഈ ഉത്തരവിന് വിരുദ്ധമായാണ് മുൻ വർഷങ്ങളിലെ പോലെ പ്രത്യേക പ്രവേശന പരീക്ഷ നടത്താൻ ഇപ്പോൾ സംസ്ഥാനത്തെ 2 സർവകലാശാലകൾ തീരുമാനിച്ചിരിക്കുന്നത്. MG സർവകലാശാല PhD പ്രവേശന പരീക്ഷ നടത്തുന്നതിനുള്ള വിജ്ഞാപനം ഇറക്കിയെങ്കിലും UGC നിർദ്ദേശത്തെ തുടർന്ന് പിൻവലിച്ചിരിക്കുകയാണ്. JNU നടത്തുന്ന PhD പ്രവേശന പരീക്ഷയും ഈ വർഷം മുതൽ നിർത്തലാക്കി. നെറ്റ് യോഗ്യത നേടിയവർക്ക് PhD പ്രവേശനത്തിന് മുൻഗണന നൽകണമെന്ന നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ പോലും മറികടന്ന് മലയാളം സംസ്കൃത സർവകലാശാലകൾ പ്രവേശനം നൽകിയതായി പരാതികളുണ്ട്. സർവകലാശാല പ്രവേശന പരീക്ഷ നടത്തുന്നതിലെ പഴുതുകൾ ഉപയോഗിച്ചാണ് SFI വിദ്യാർത്ഥി നേതാക്കൾ വ്യാപകമായി ഗവേഷണ പ്രവേശനം നേടുന്നതെന്നും പിൻവാതിൽ PhD പ്രവേശനം തടയാൻ സഹായകമായ UGCയുടെ പുതിയ ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കാൻ കുസാറ്റ് ഡിജിറ്റൽ VC-മാർക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി.